473 രൂപയ്ക്ക് 1 കോടി. കേട്ടിട്ട് ഏതെങ്കിലും ബമ്പർ ലോട്ടറിയുടെ കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ പറഞ്ഞത് ജോലിയുള്ളവർ, പ്രത്യേകിച്ചും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലി ഉള്ളവർ എടുത്തിരിക്കേണ്ട ഒരു ഇൻഷുറൻസിനെ കുറിച്ചാണ്. അതാണ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് ഓൺലൈനായിട്ട് എടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യും മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് തന്നെ അറിഞ്ഞിരിക്കാം. എന്തിനാണ് ടേം ഇൻഷുറൻസ്? നിങ്ങളിൽ പലരും ഇപ്പോൾ ഇത് ചിന്തിക്കുന്നുണ്ടാവും. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുള്ളപ്പോൾ നമ്മളെങ്ങാനും ആകസ്മികമായിട്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം സാമ്പത്തികമായിട്ട് തകർന്നു പോകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ മാസാമാസം അടച്ചിരുന്ന വളരെ ചെറിയൊരു തുകയ്ക്ക് പകരം വളരെ വലിയൊരു തുക ഇൻഷുറൻസ് കമ്പനി നമ്മുടെ കുടുംബത്തിന് നൽകും. അതാണ് ടേം ഇൻഷുറൻസ്. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഇൻഷുറൻസൊക്കെ നമ്മൾ ഒരു നിശ്ചിത തുക 10-20 വർഷം തുടർച്ചയായി അടച്ചതിന് ശേഷം ആ ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മൾ അടച്ച തുകയും വളരെ ചെറിയൊരു തുക ബോണസ് എന്ന് പറഞ്ഞ് നമുക്ക് നൽകുന്നതാണ്. എന്നാൽ ടേം ഇൻഷുറൻസ് അത്തരത്തിലല്ല. അത് പല വിധത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ അടയ്ക്കുന്ന തുക തിരിച്ചു തരാത്ത ടേം ഇൻഷുറൻസുകൾ. നമ്മൾ മാസം തോറും അടയ്ക്കുന്ന വളരെ തുച്ഛമായ ഒരു തുകയ്ക്ക് പകരം വളരെ വലിയൊരു തുകയുടെ കവറേജ് ഇത്തരത്തിലുള്ള ടേം ഇൻഷുറൻസുകൾ നൽകുന്നു. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായവും ജോലിയുമൊക്കെ അനുസരിച്ച് നിങ്ങൾ മാസം തോറും 473 രൂപ അടച്ചാൽ പോലും 1 കോടിയുടെ കവറേജ് വരെ ലഭിക്കുന്ന തരത്തിലുള്ള ടേം ഇൻഷുറൻസുകൾ നമുക്കിന്ന് ഓൺലൈനിലൂടെ എടുക്കാൻ സാധിക്കും. ഓൺലൈനിലൂടെ എടുക്കുമ്പോൾ പല വിധത്തിലുള്ള ബെനിഫിറ്റുകളും നമുക്കുണ്ട്. ഓൺലൈനിലൂടെ എടുക്കുമ്പോഴുള്ള പ്രധാന ഗുണം ഇവിടെ ഏജൻറ്റിന് കൊടുക്കുന്ന കമ്മീഷനുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഡിസ്കൗണ്ടിലൂടെ നമുക്ക് ഒരു പോളിസി സെലക്ട് ചെയ്യാനാകും. ഇനി മറ്റൊന്ന്, ഇവിടെ നമ്മളോട് ഇന്ന കമ്പനിയുടെ പോളിസി എടുക്കുന്നതൊന്നും നിർബന്ധം പിടിക്കാൻ ആളില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട പോളിസി ഇവിടെ സെലക്ട് ചെയ്യാനാകും. 20 വർഷം കഴിഞ്ഞ് ഒരു ചെറിയ തുക കിട്ടുന്ന പോളിസി എടുക്കുന്നതിലും നല്ലത് ഇത്തരത്തിൽ വളരെ തുച്ഛമായ തുക കൊടുത്തിട്ടുള്ള ടേം ഇൻഷുറൻസ് എടുത്ത ശേഷം ബാക്കി വരുന്ന തുക നമ്മൾ വല്ല മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അന്ന്, അതായത് ഏകദേശം ഒരു 20 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 4-5 ഇരട്ടിയൊക്കെ ആയിരിക്കും. ഞാൻ പറയുന്നത് ശരിയല്ലേന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുക്കാമെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഫോൺ നമ്പർ ഇവ ചോദിക്കുന്ന കോളങ്ങൾ കാണാൻ സാധിക്കും. ഇതൊക്കെ കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ ഫില്ല് ചെയ്യുക. ശേഷം ചെക്ക് യുവർ പ്രീമിയം നൗ എന്ന് പ്രസ് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. പ്ലീസ് ചൂസ് യുവർ ഒക്യുപ്പേഷൻ ടൈപ്പ്. അപ്പോൾ അത് നിങ്ങളുടെ ജോലി എന്താണ് സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങളുടെ ആനുവൽ ഇൻകം ചോദിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. കാരണം ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് പോളിസികൾ അവർ കുറച്ച് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അടുത്തത് നമ്മുടെ എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിക്കും. അതുപോലെ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ സ്മോക്ക് ചെയ്യുമോ എന്ന് ചോദിക്കും. ഇവിടെ നമ്മൾ ഒന്ന് തെറ്റായിട്ട് കൊടുക്കാതിരിക്കുക. എന്താണ് ശരി അതുപോലെ കൊടുക്കുക. ഇപ്പോൾ നമുക്കിതാ ഇവിടെ ഇതുപോലെ കുറേ അധികം ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഇൻഷുറൻസ് പ്ലാനുകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടായിരിക്കും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഇവിടെ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുകളിലായിട്ട് ലൈഫ് കവർ, അത് നമുക്ക് 3 കോടി വേണോ, 2 കോടി വേണോ, 50 ലക്ഷം വേണോ എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. കസ്റ്റമൈസ് ചെയ്യാം ഇഷ്ടം അനുസരിച്ചിട്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് കവറേജ് എത്ര വർഷം വരെ വേണമെന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. 85 വർഷം വരെ ഇവിടെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ നൽകുന്ന പ്രീമിയം അത് മന്ത്ലി വേണോ ആനുവൽ വേണോ എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിതൊക്കെ സോർട്ട് ചെയ്തതിന് ശേഷം താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആ പോളിസി ഡീറ്റെയിൽസുകളിൽ ഓരോ കമ്പനികളുടെ പോളിസികളുടെയും ഡീറ്റെയിൽസ് ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെ കവർ ചെയ്യുന്നു, എന്തൊക്കെ കവർ ചെയ്യുന്നില്ല എന്നിവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കമ്പനിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ തന്നെ അറിയാൻ സാധിക്കും. കമ്പനി നൽകുന്ന ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ, അതുപോലെ ഇതിൻ്റെ ടാക്സിൻ്റെ സേവിങ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് ഇവിടെ അറിയാൻ സാധിക്കും. ഇതുകൂടാതെ നമുക്കിവിടെ ആഡ് ഓൺ ബെനിഫിറ്റ്സ് എന്നതിൽ കുറച്ച് ഫീച്ചേഴ്സ് ആവശ്യമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളെടുക്കുന്ന ടേം ഇൻഷുറൻസിൽ മറ്റു എക്സ്ട്രാ ഫീച്ചറുകൾ ആവശ്യമെങ്കിൽ, അതായത് ആക്സിഡൻ്റ് ഡെത്തിനുള്ള കവറേജ് വേണോ എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതൊക്കെ ചിലപ്പോൾ ചെറിയ പേയ്മെൻറ്റേ കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമനുസരിച്ച് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കുറേ ചോദ്യങ്ങൾ, നമുക്ക് തോന്നുന്ന സംശയങ്ങളൊക്കെ ഇവിടെ പലരും ചോദിച്ചേക്കുന്നത് ചോദ്യങ്ങളായിട്ടും അതിൻ്റെ ഉത്തരങ്ങളും കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പോളിസി സെലക്ട് ചെയ്യുക. അതിനിവിടെ പ്രൊസീഡ് എന്ന് അമർത്തുക. അപ്പോൾ നമ്മളിവിടെ പ്രൊസീഡ് അമർത്തി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മളോട് പേര് ചോദിക്കും, നമ്മുടെ ഇമെയിൽ ID ചോദിക്കും, സാലറീഡ് ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് ചോദിക്കും, അല്ല ആനുവൽ ഇൻകം എത്രയാണെന്ന് ചോദിക്കും. ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും പ്രൊസീഡ് അമർത്തുക. ഇനി അടുത്തായിട്ട് വരുന്ന ഭാഗത്ത് പിൻകോഡ് ചോദിക്കും, പിന്നെ നമ്മുടെ സിറ്റി ചോദിക്കും, വിവാഹിതനാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നൽകി അവിടെ പ്രൊസീഡ് അമർത്തുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് സജസ്റ്റ് ചെയ്ത പ്ലാനിൽ നിന്നും കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള പ്ലാനുകൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കത് വായിച്ച് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അങ്ങനെ ബാക്കി അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക്
നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. എല്ലാം ഒന്ന് റിവ്യൂ ചെയ്യുക, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ എപ്പോഴും കറക്റ്റ് അല്ലേന്ന്. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. ഇത്രയുമാണ് നമ്മൾ ഓൺലൈനിലൂടെ ഒരു പോളിസി എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. നമ്മളിവിടെ സംസാരിച്ചത് അടച്ച തുക തിരിച്ച് കിട്ടാത്ത ടേം ഇൻഷുറൻസുകളാണ്. ഇതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നമുക്ക് തിരിച്ചു തരുന്ന ടേം ഇൻഷുറൻസുകളുമുണ്ട്. പക്ഷേ അവയുടെ പ്രീമിയം വളരെയധികം വലുതായിരിക്കും. കാരണം നമുക്ക് ആ തരുന്ന ബെനിഫിറ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ തുക തിരിച്ചു തരേണ്ടതുകൊണ്ടാണ്. ഓൺലൈനിലൂടെ ഒരു പോളിസി എടുക്കുന്നതിന് മറ്റു നിരവധി ഗുണങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഒരു ഏജൻറ്റ് വഴി നമ്മൾ ഒരു പോളിസി എടുക്കുമ്പോൾ അയാൾക്ക് ഏജൻസിയുള്ള ആ ഒരു കമ്പനിയുടെ പോളിസി മാത്രമേ അയാൾ ധരിക്കുകയുള്ളൂ. എന്നാൽ ഓൺലൈനിൽ നമുക്ക് നിരവധി പ്രസിദ്ധമായ കമ്പനികളിൽ നിന്നും അവരുടെ ഫീച്ചറുകളൊക്കെ വായിച്ചു നോക്കി എക്സ്ട്രാ ഫീച്ചറുകൾ ആവശ്യമെങ്കിൽ, അതായത് റൈഡറുകൾ ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് എല്ലാ കമ്പനികളുടെയും പോളിസികളുടെ വിവരങ്ങൾ നമുക്ക് താരതമ്യം ചെയ്ത് ഇഷ്ടമുള്ളതൊന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇവിടെ ഏജൻറ്റിന് കൊടുക്കുന്ന കമ്മീഷൻ കൊടുക്കേണ്ടതില്ലാത്തതിനാൽ തന്നെ അത് നമുക്ക് അവർ ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നു. ഇതുകൂടാതെ മിനിമം ഒരു 10% നമുക്ക് മറ്റൊരു ഡിസ്കൗണ്ടിന് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു ഗുണം നമ്മൾ ഓൺലൈനിലൂടെ ഒരു പോളിസി എടുക്കുമ്പോൾ ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ഏജൻറ്റ് വഴി എടുക്കുന്ന അതേ ഇൻഷുറൻസ് കമ്പനിയുടെ അതേ പോളിസി നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി ഓൺലൈനിലൂടെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്കാണ് നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറും ഇവർ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് 85 വർഷം വരെ കവറേജ് ഇതിലൂടെ എടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ നിങ്ങളടയ്ക്കുന്ന പ്രീമിയത്തിന് ഫോം 80C പ്രകാരം ടാക്സ് ബെനിഫിറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിയുള്ള ഒരു വ്യക്തി ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണമെന്നാണ് വിദഗ്ധർ പറയാറുള്ളത്. അപ്പോൾ അതിനുള്ള ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലൂടെ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ ഫീച്ചറുകളും കമ്പയർ ചെയ്ത് ഒരു മികച്ച ഇൻഷുറൻസ് തന്നെ സെലക്ട് ചെയ്യാനാകും.